ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആട്ടോ. ഇന്നത്തെ അൺബോക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരിടത്തുനിന്ന് ഷോപ്പി എന്ന് പറയുന്ന ആപ്പിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ ഷോപ്പി എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഫ്ലിപ്കാർട്ടിനും മീഷോയിലുണ്ടായ കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഷോപ്പിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോയിലേക്കാളും റേറ്റ് കുറച്ചാണ് അവർ സാധനങ്ങൾ ഇറക്കുന്നത്. പക്ഷേ ഇത് ഡെലിവറി ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ പാട്ട് തന്നെയാണ് ഈ ഷോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മേടിച്ചിട്ടുള്ള ഈ പ്രോഡക്റ്റ് വെറും 60 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അവരുടെ കയ്യിൽ നിന്ന് 60 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ സാധനം എന്താണെന്നുണ്ട്, ഇതൊരു മസാല ബോക്സ് ആണ്. ഇതാണ്ട് ഈ മസാല ബോക്സ്. ഈ ഒരു മസാല ബോക്സിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 60 രൂപയാണ്. ഇങ്ങനത്തെ 2 ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഇത് ക്വാളിറ്റി വൈസ് ഈ പുറമേ ഉള്ള ഇതിന്റെ പ്ലാസ്റ്റിക് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ, പിന്നെ ദാണ്ട് ഈ ഒരു സ്പൂൺ. ഈ സംഭവങ്ങൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊരു പാത്രമായിട്ട് യൂസ് ചെയ്യാം. ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ട. പക്ഷേ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, കൊള്ളാം. പക്ഷെ ഇതിനകത്തുള്ള ഈ പ്ലാസ്റ്റിക്കിന് ഒട്ടും ക്വാളിറ്റി ഇല്ല. പക്ഷേ മേ ബി ഇത് ലഞ്ച് ബോക്സ് ആയിട്ട് നല്ല ഓക്കെയാണ്. ഇത് ഒറ്റയൊരു സാധനം. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിന് അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു റേറ്റിനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കണ്ടെയ്നർ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, നല്ല ഇതായിട്ടുണ്ട്, ക്വാളിറ്റിയും ഉണ്ട്, കൊള്ളാം. ഞാനിത് നേരത്തെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ നോക്കിയിരുന്നു. എല്ലാത്തിനും ഒരു 150 അബോവ് ആയിരുന്നു റേറ്റ് വന്നത്. ഇപ്പം നമുക്ക് രണ്ടെണ്ണത്തിലൂടെ 120 രൂപയായിട്ടുള്ളൂ. പിന്നെ അതേപോലെ അവർക്ക് എന്താണ് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. ഭയങ്കര ഭയങ്കര വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിനകത്ത് പ്രോഡക്റ്റ്. പക്ഷെ ഞാൻ അതിനകത്ത് പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് ക്വാളിറ്റി വൈസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത്. എൻ്റെ ആദ്യമായി പർച്ചേസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഈ സാധനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. താങ്ക് യു.